മഴക്കാലമല്ലേ മഴയല്ലേ, കുട്ടികളുടെ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധയാകാം. അതിന് സഹായിക്കുന്ന പാരന്റിംഗ് ടിപ്സ് ആണ് ഇന്ന് പറയുന്നത്. ആദ്യമായി ശരീര ശുചിത്വം. മഴ തകർത്തു പെയ്യുകയാണ്. മഴ കണ്ടിരിക്കാനൊക്കെ രസമാണെങ്കിലും മഴ നനഞ്ഞ് അസുഖം പിടിച്ചിരിക്കുക അത്ര സുഖമുള്ള കാര്യമല്ല. അതിനായി ആദ്യമായി കുഞ്ഞുങ്ങളുടെ ശരീര ശുചിത്വം ഉറപ്പാക്കേണ്ടത് ആവശ്യമാണ്. നനഞ്ഞ അന്തരീക്ഷം രോഗാണുക്കളുടെ വ്യാപനത്തിന് കാരണമാകും. അതിനാൽ സോപ്പും ശുദ്ധജലവും ഉപയോഗിച്ച് കുട്ടികൾ ഇടയ്ക്കിടെ കൈകഴുകുന്നത് ഉറപ്പാക്കാം. ആന്റിസെപ്റ്റിക് സൊല്യൂഷനുകൾ ഉപയോഗിച്ച് അവർ പതിവായി കുളിക്കുന്നത് ചർമ്മത്തിലെ അണുബാധ തടയുന്നതിന് സഹായിക്കും. രണ്ടാമതായി വില്ലന്മാരായ കൊതുകുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. മഴക്കാലത്തെ പ്രധാന വില്ലനാണ് കൊതുക്. കെട്ടിക്കിടക്കുന്ന വെള്ളം കൊതുകുകളുടെ പ്രജനന കേന്ദ്രമാണ്. കൊതുകുകളുടെ വ്യാപനം ഡെങ്കിപ്പനി, മലേറിയ തുടങ്ങിയ രോഗങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. അതിനാൽ കൊതുക് വലകൾ, റിപ്പലന്റുകൾ എന്നിവ ഉപയോഗിക്കുകയും വീടിന് ചുറ്റും വെള്ളം കെട്ടി നിൽക്കുന്നില്ലെന്ന് ഉറപ്പാക്കുകയും വേണം. അടുത്തത് പോഷകാഹാരം ഉറപ്പാക്കുക എന്നതാണ്. വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയ സമീകൃത ആഹാരം കുട്ടികളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. അണുബാധകൾക്കെതിരെ കുട്ടികളുടെ പ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിന് പഴങ്ങൾ, പച്ചക്കറികൾ, ശുദ്ധജലം എന്നിവയെല്ലാം ആവശ്യമായ അളവിൽ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. മഴക്കാലത്ത് ഇക്കാര്യങ്ങൾ നടപ്പാക്കുന്നതിലൂടെ രക്ഷിതാക്കൾക്ക് ഒരു പരിധിവരെ കുട്ടികളെ രോഗങ്ങളിൽ നിന്ന് ഫലപ്രദമായി സംരക്ഷിക്കുവാൻ കഴിയും. അവസാനത്തേത് മഴക്കാല രോഗങ്ങൾക്കുള്ള ശരിയായ ചികിത്സയാണ്. പനി എപ്പോഴും രോഗമാവണമെന്നില്ല, രോഗലക്ഷണവുമാവാം. അതുകൊണ്ട് തന്നെ സ്വയം ചികിത്സിച്ച് രോഗം ഗുരുതരാവസ്ഥയിലേക്ക് മാറ്റരുത്. കാരണം കണ്ടെത്താതെയുള്ള സ്വയം ചികിത്സ മരണത്തിന് വരെ കാരണമാകും. അതുകൊണ്ട് സ്വയം ഡോക്ടറാകാതെ കൃത്യസമയത്ത് വൈദ്യസഹായം ഉറപ്പുവരുത്തുക. മഴക്കാലത്ത് കുഞ്ഞുങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് നിങ്ങളെ സഹായിക്കുന്ന ഈ ഒരു ചെറിയൊരു പാരന്റിംഗ് ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്